ഹലോ ഗെയ്സ്, ഇന്നൊരു പുതിയ പരിപാടിയാണ് കേട്ടോ. പുതിയ പരിപാടി പറഞ്ഞാൽ ഞാൻ മുഹമ്മദ് സ്വാഗതമാട്. ഒന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപാടി. സാധാരണ നമ്മൾ ബെഡ് ചെയ്യൽ അങ്ങനെയൊക്കെ അല്ലേ, അതിൽ കൃഷി സംബന്ധമായിട്ടല്ലേ. ഇന്ന് പള്ള സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഭക്ഷണങ്ങൾ എന്തെല്ലാം അതിനൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഈന്ത് നമ്മളൊരാരാ കഴിഞ്ഞപ്പോൾ എവിടെയും കിട്ടാനില്ലെങ്കിലും ചിലപ്പം അങ്ങാടിയിലൂടെ തിരഞ്ഞടന്ന് വാങ്ങും. 1 കിലോനെങ്കിലും വാങ്ങിയിട്ട് ഒരു കൊല്ലത്തിൽ ഒരു ഈന്ത് ലേശം കഴിക്കും. അപ്പോൾ ഈന്ത് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഇതെന്താ പാനോ? ഈന്തിൻ്റെ പൊടിയാ. അപ്പം നമ്മളിതുകൊണ്ട് എന്തുണ്ടാക്കണേ? ഭക്ഷണം ഈന്തും പൊടി ഉണ്ടാക്കുക കേട്ടാ. ഈന്തും പൊടി ഉണ്ടാക്കേണ്ട കണ്ടിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഈന്തും പൊടി, അപ്പോൾ ഈന്തിൻ്റെ പൊടി പൊടിച്ചുകൊടുന്നതാണ്. ഇത് ഞങ്ങൾ തോന ആളുണ്ട്, അപ്പോൾ ഫാമിലി കുറച്ചാളോടൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ലേശം കുറച്ച് ആട്ടപ്പൊടിയും ചേർത്തൊക്കെ. അപ്പോൾ ഇതൊന്ന് കുഴച്ചിട്ടൊന്ന് എൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കണം. എന്നിട്ട് ഈന്തിൻ്റെ പൊടി ഉണ്ടാക്കൽ. ഈന്തും പൊടി എന്നാ പറയുക. ഈന്തിൻ്റെ അവലുണ്ടാക്കും, ഈന്തിൻ്റെ പുട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഫസ്റ്റായിട്ട് ഈന്തിൻ്റെ പൊടി നമ്മൾ കുഴക്കുകയാണ്. അപ്പോൾ അതിന് കുഴക്കാൻ മകളാണ് കുഴക്കുന്നത്. അപ്പോൾ സക്കീന നിൽക്ക്, ഓക്കെ, അയത്തനോ ഓഫാക്ക്. അപ്പോൾ ഞങ്ങൾ കുഴക്കുകയാണല്ലോ പാനോ. ഈന്തും പൊടിക്ക് കുഴക്കുക ട്ടാ. ഇനി സ്റ്റക്കാൻ പറയുമ്പോൾ കള്ളിക്കാൻ സ്റ്റക്കാക്കൊണ്ടിട്ടാ, അല്ലഞ്ഞാൽ പോവും. പേരക്കുട്ടിൻ്റെക്കലാണ് മോളാണ് ഫോണ് കൈക്ക് പിടിച്ചത്. നമുക്ക് ഭയങ്കര വാസി. കുഞ്ഞിത് എന്തത് കാട്ടുവാനോ ഉണ്ടാക്കുക, ഈന്തും കൂടി ഉണ്ടാക്കുക അല്ലേ. അകൽമിച്ച് വന്നോളൂ. നമ്മൾ പാക്കിലല്ല, വീഡിയോ വലുതായാലും പിന്നെ അവൾക്ക് ആൾക്കാരെ നമ്മൾ ചീത്ത പറയും. ഈന്ത് ഇഞ്ഞിക്ക് ഇറച്ചി വേണം. നല്ല ഇറച്ചി വേണം. കോഴിയിറച്ചിയോ ആടോ പോത്തോ. ഇതിക്ക് ഇറച്ചി എപ്പോഴും ഇതിക്ക് ചേരൽ നല്ല കുട്ടൻ്റെ പോത്തിൻ്റെ ഇറച്ചി വേണം. ഈ കൊമ്പിനേരം ഒരു കുഞ്ഞ് കുഴക്കലുണ്ട്. അപ്പം ഞങ്ങൾ കുഴച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഴച്ചിട്ട് അതിൻ്റെ മാവ് നല്ലോണം റെഡിയാവണം. ചുടുവെള്ളത്തിലാണ്, നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കുക. കുഴച്ചതിന് ശേഷമാണ് നല്ലോണ്ട് സ്മൂത്തായതിൻ്റെ ശേഷം നല്ല ഈന്തും പൊടി എന്നറിയും. പല രീതിയിലും പല ലെവലിലും ഉണ്ടാക്കുന്നുണ്ട്. നല്ല റൗണ്ടിൽ ചിലതിൽ നമ്മൾ രണ്ട് വിരൽ വെച്ച് ചെറിയ ബോൾ എടുത്തിട്ട് 2 വിരലുകൊണ്ടാണ് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നടുവിൽ ചെറിയൊരു ഏപ്പ് വരും, അല്ലാതെ നീളാത്ത കോലത്തിൽ. അതാണ്. എന്നിട്ടത് ഒരുമിച്ച് വീണ്ടും വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് പിന്നെ വേവിച്ചെടുത്തതിൻ്റെ ശേഷം ഊറ്റി നേരെ ഇറച്ചിയിലേക്ക് ഇറച്ചി മസാല ആക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഫുള്ളായിട്ട്. ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റും. ആവുന്നാവും, നോക്കട്ടെ. ചെറിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈന്തും പൊടി. ഞാനിവിടെ നിൽക്കുക ഇവിടൊക്കെ കാണോ. അപ്പം ഞങ്ങൾ ലേശം നേരം ഇതൊന്ന് റെഡിയാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഇതാണ്. ചായ ഒന്ന് കുടിച്ചു. അപ്പം ഇത് നന്നായി വട്ടം കൂടാൻ പാടില്ലേ.
ചെറുതാക്കി ഒന്നുകൂടി ചെറുതാവണ്ട. ചിന്നത് ചിന്ന ആശൈ ചിറകടിക്കും ആശൈ എന്നുള്ളതാണ്. ഇങ്ങനെ ചെറുതാക്കി വെച്ചാൽ വലുതാകണ്ട. വലുതായാൽ ഉമ്മച്ചിനെ കൊണ്ടാണ്. ഉമ്മച്ചി നല്ല ചെറുതാക്കി ഉള്ളുന്നുണ്ടല്ലോ, എന്താ വായിട്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഈന്തും കുടീൻ്റെ പരിപാടിയാണ്. എനിക്കൊണ്ടൊരു വെള്ളത്തിൻ്റെ മാട്ടെന്നാണ്. എത്രയാ ഞാൻ അങ്ങനെ പരത്തിട്ട മച്ചലേക്കുള്ള അടിക്കുക ഇങ്ങനെ ഇത്ര പാടില്ല അല്ലേ? അത്ര ഒരു ഇത് വേണം. ഏത് പൊടി ഈന്തിൻ പൊടി. അപ്പം ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയും താല്പര്യമുള്ള ലേശം ഈന്ത് വാങ്ങിയിട്ട് നല്ലവണ്ണം പൊടിച്ച്, പഴയ ഈന്ത് തന്നെ വാങ്ങണം കേട്ടോ. പുതിയ ഈന്ത് വാങ്ങരുത്. പുതിയ ഈന്തിന് ചിലപ്പം ചെറിയൊരു തട്ടും ഇതൊക്കെ ഇതിനുണ്ട്. നമ്മളിങ്ങനെ ഒരു രീതിയിലാണ്. വേറെ രീതി ഇങ്ങനെ പരത്തിയിട്ടും ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ ഇങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വല്ല അച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അച്ചിൽ വെച്ചിട്ട് വെറുതെ അമർത്തി കൊടുത്താൽ അതൊരു മോഡലായി മാറും. ചെറുത ഇനി എത്ര എടുക്കുന്നത്? ചിന്നതാണ്. ഓക്കെ, ഇതുപോലെ കേട്ടോ. ഇവിടെ 11 3 പ്ലേറ്റ് മഴ കൊള്ളൂല. അപ്പൊ സുഹൃത്തുക്കളെ, പിടിയുടെ പരിപാടി ഇതാണ്. ഇങ്ങനെയാണ് ഈന്തിൻ്റെ പിടി ഉണ്ടാക്കൽ. ഇതിന് റൗണ്ട് ഷേപ്പിൽ വേണ്ടവർക്ക്, ഈന്ത് കിട്ടുന്നവർക്ക് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കാം. വേണ്ട കലാസ് ഇതും കലാസ് കഴിക്കണം. ഒരു വെറൈറ്റി വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ചെറിയ തോതിൽ ഇറച്ചിയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇറച്ചിന് ഞാൻ ശരിയാവില്ല. അപ്പോൾ ഇന്ന് കൊണ്ടുവരേണ്ട മട്ടനുകൊണ്ട് ഇങ്ങനെ ഒരു ഫുഡാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഈന്ത് കിട്ടുന്നവർ ഇതുപോലെ, ഈന്ത് കുറവാണ്. ചില നാട്ടുകൾക്കൊക്കെ ഈന്തുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ ഈന്ത് ഇല്ലാത്തവരുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പരിപാടിട്ടാ, നമ്മളെ പിടിക്കൽ കഴിഞ്ഞു. ഈന്തുംപിടി എന്ന് പറഞ്ഞ സംഗതി ഇങ്ങനെയാണ്. അതിലെ ഇതിങ്ങനെ ചെറിയൊരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിടുക. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഇറച്ചിയിലിങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒരു കെടുക്കും. പിന്നെ അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ രസം കെടുക്കുന്നത്. അപ്പോൾ അത് നേരെ പുഴുങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇങ്ങനെ പുഴുങ്ങിയിട്ട് വേണം പരിപാടി. നേരെ കണ്ടില്ലേ, ഇതുപോലെ ഉണ്ട് വേവണം. അല്ല വെന്തിട്ട് അപ്പം ഞങ്ങൾ സഹോദര പുഴുങ്ങി എടുത്ത്, ഇതിപ്പോൾ പുഴുങ്ങിയെടുത്താണ് കേട്ടോ, വേവിച്ചു. വേവ് കഴിഞ്ഞു. ഇനി ഇറച്ചി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഇറച്ചി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് മസാല, ഇറച്ചിക്കുള്ള മസാലകൾ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കാം. ഇനി മസാല കൂട്ടിയിട്ട് നമുക്ക് വയ്യ കാണാം. പോയിട്ടോ പോയിട്ടോ ഇട്ടോട്ടോ ഇട്ടോട്ടോ കേട്ടോ. അയക്കാൻ നിൽക്കുക, നല്ല പുറത്ത് പോകാനല്ല. പിന്നെ അതിലിട്ട് കൊടുക്കാം. ഞാൻ നീക്കാം. നടന്നുണ്ട്. ഇനി തേങ്ങ അരച്ചിട്ടില്ലല്ലോ. കേട്ടോ ഇത് കുടിച്ചോ, എന്തോ മേക്ക് അടിച്ചേക്കെ അങ്ങനെ. ഇനി ലേശം തേങ്ങ അരച്ച് വരും അല്ലേ. തേങ്ങ കുറച്ചൊന്ന് ചൂടാക്കിയാണ് ചെറിയൊരു വറവ് വറുത്താണ്. അതാണ് ഇനിയിപ്പോൾ ഈ ലേശം ചപ്പും കൂടി ഇട്ട് കൊടുക്കണം. കരിവേപ്പിൻ്റെ ഇല കട്ടിന്നാ നമ്മൾ ഉള്ളി മൂപ്പിക്കൽ തുടങ്ങിയിട്ടാണ്. ചെറുള്ളി ചീരുള്ളി മൂപ്പിച്ചിക്കാണ്ടേ ചീരുള്ളി അല്ലാണ്ട് മൂത്ത് വന്ന ലേശം മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒരൊറ്റ വറവിടൽ. കരണ്ട് ഒഴിക്കണം. കരണ്ടില്ലാത്ത നേരത്താണ് പണി തുടങ്ങി. കരണ്ടിൽ ഇപ്പം നമ്മൾ ഇവൻ്റെ അടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരച്ച് പോയിക്കൊണ്ട് കരണ്ടിൻ്റെ വർക്ക് കണക്കാണ്. ചട്ടികളോ ഓക്കെ. ബസ് ചേർക്ക് ഇളക്കി ചേർക്ക്. ബാട്ടിയെ ബാട്ട് സംഭവം റെഡി. ലേശം പ്ലേറ്റൊക്കെ എടുത്തേ, കുറച്ച് പ്ലേറ്റൊക്കെ എടുത്തേ. അപ്പോൾ നമ്മൾ പരിപാടി ഉഷാറായിട്ടാണ്. അപ്പോൾ ഏകദേശം റെഡിയായി. നീ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ഇതുപോലെ ഈന്തൊക്കെ കൊടുത്തിട്ടേ കൊടുന്നെങ്കിൽ കുറച്ച് ഈന്തൊക്കെ കിട്ടുകയാണെങ്കിലേ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ചെറുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടേ ചെറുങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി
ഇത്തരം ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. ഇതിപ്പോൾ നമ്മളെ കോട്ടക്കലങ്ങാടിയിൽ എവിടെയും കിട്ടുന്നുണ്ട്. തിരൂര്, കോട്ടക്കൽ, വളാഞ്ചേരി ആ ഭാഗത്തൊക്കെ ഈന്ത് കിട്ടുന്നുണ്ട്. 250 ഒക്കെ ഉള്ളൂ. 250-300 റുപ്യ kg അപ്പോൾ 2 കിലോ വാങ്ങുക. അതിൻ്റെ കൂടെ ലേശം 1 കിലോനോ 2 കിലോനോ അരിയൊക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അത് അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. അതുമ്പോൾ അരിയോ കൊണ്ടുപോകണം. എന്നിട്ട് പൊടിപ്പിക്കുക. ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഇനിയും വരുന്ന വീഡിയോകളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് പറ്റേ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് സ്വാഗതമാണ്.